അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പല ആളുകളും വിളിച്ചു പറയുന്നൊരു വിഷയമാണ്, എത്ര ശ്രമിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല. വിവാഹത്തിന് എന്തൊക്കെയോ തടസ്സങ്ങൾ, എത്ര നോക്കിയാലും റെഡിയാകുന്നില്ല. ആണും പെണ്ണും ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. അങ്ങനെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരുടെ എന്താണോ തടസ്സങ്ങൾ, ആ തടസ്സം പരിഹരിച്ചാൽ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടക്കും. അതിന് ആത്മീയമായും പല പരിഹാര മാർഗങ്ങളും മഹാന്മാർ നിർദ്ദേശിച്ചു കാണാൻ കഴിയും. വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക. 3 ദിവസം എന്നിട്ട് 21 പ്രാവശ്യം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറൻ വമുഖാമാ എന്ന ആയത്ത്. ഈ ആയത്ത് 21 പ്രാവശ്യമോ 41 പ്രാവശ്യമോ തുടർച്ചയായി ഓതുക. അങ്ങനെ 3 ദിവസം നോമ്പെടുക്കുക, 21 41 പ്രാവശ്യം ഓതുക. നോമ്പില്ലാതെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 99 ദിവസം ഇത് ആവർത്തിക്കുക. ഗുരുമുഖത്തുനിന്ന് സമ്മതം വാങ്ങി ചെയ്താൽ ഇരട്ടി ഫലമായിരിക്കും. അല്ലാഹു തആല പെട്ടെന്ന് വിവാഹം ശരിയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ സൂറത്ത് ത്വാഹ സൂറത്ത് 3 വട്ടം ഓതലും വളരെ നല്ലതാണ്. സൂറത്തുൽ അഹ്സാബ് ആ സൂറത്തും ഓതുക. വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് 41 ഫാത്തിഹ സൂറത്ത് ഓതി ബഹുമാനപ്പെട്ട റഈസുൽ സാഹിദീൻ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി പാപ്പാൻ്റെ ഹളറത്തിലേക്ക് നേർച്ചയാക്കി ഓതിയിട്ട് ഹദിയ ചെയ്യുകയും ചെയ്യുക. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ തടസ്സങ്ങളും അല്ലാഹു തീർത്തു തന്നു നല്ലൊരു വിവാഹ ജീവിതം ആണിനായാലും പെണ്ണിനായാലും നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന രൂപത്തിലുള്ള വരനെ കിട്ടാനും വധുവിനെ കിട്ടാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാധ്യമാക്കി കൊടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. വസിയത്തോടെ നിങ്ങളെല്ലാവരും ഞായറാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി നടക്കുന്ന നമ്മുടെ മജ്ലിസിലൊക്കെ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ.